ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയപ്പോൾ ബാംഗ്ലൂരിലെ സംഘടനകൾ പലരും അദ്ദേഹത്തെ കാത്തുനിന്നു. ആ കാത്തുനിന്നവർ ഇവിടുത്തെ കച്ചവടക്കാരോ പ്രമാണിമാരോ റിയൽ എസ്റ്റേറ്റുകാരോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇൻവെസ്റ്റേഴ്സോ ആരുമല്ല. ഈ തൂഫാൻ പോലെയുള്ള ഒരു പരിപാടി അത് നടപ്പിലാക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ അനിവാര്യതയെക്കുറിച്ച് വർഷങ്ങളായി വേദനിക്കുന്ന, അതിൽ പാടുപെടുന്ന കുറെ പേരാണ്. അതിൽ ചില സാമൂഹ്യ സംഘടനകളുണ്ട്. അതുകൂടാതെ ബാംഗ്ലൂർ KMCC ഉണ്ടായിരുന്നു. ആ ബാംഗ്ലൂർ KMCCയിലെ ആളുകൾ ഒരു ബൊക്കയുമൊക്കെ കരുതിയാണ് അവിടെ എത്തിയത്. വേറൊന്നിനുമല്ല, തങ്ങൾ നേരിട്ട് കാണുന്ന മയ്യത്തുകളിൽ, ജഡങ്ങളിൽ ഉള്ള യാഥാർത്ഥ്യം, അതിന് കാരണമാകുന്ന വസ്തുവിനെ നേരിടാൻ നല്ല ഉറച്ച നിലപാടോടെ, ഉയർന്ന പൊക്കത്തോടെ നിവർന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം, ആദരിക്കണം എന്ന് തോന്നിയാണ് ബാംഗ്ലൂർ KMCCയുടെ നേതാക്കൾ അവിടെ എത്തിയത്. അതുപോലെ കുറെ മനുഷ്യർ. ഞാനും സാക്ഷിയായിരുന്നു ആ നിമിഷം. ബാംഗ്ലൂരുവിൽ എത്തി കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ വന്ന രമേശ് ചെന്നിത്തല അവര് പറയുന്നത് കേട്ട് ഇങ്ങനെ നിശബ്ദനായി അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിവിധ ഭാവങ്ങളിൽ ഒരച്ഛന്റെയും സഹോദരന്റെയും ഒരു മനുഷ്യന്റെയും ഒക്കെ വികാരങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നതാണ് സത്യം. ബാംഗ്ലൂരിൽ ടീനേജിൽപ്പെട്ട അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ള അപകടങ്ങളുടെ കണക്കുകൾ എടുത്താൽ, ആത്മഹത്യയുടെ കണക്കുകൾ എടുത്താൽ, അതിലെല്ലാം ഈ മയക്കുമരുന്നിന്റെ സാന്നിധ്യമുണ്ടെന്ന് പലപ്പോഴും ഈ ഡെഡ് ബോഡി ഹാൻഡിൽ ചെയ്യുന്ന, ഈ എംബാം പോലെയുള്ള ജോലികൾ ചെയ്യുന്ന KMCCയുടെ സാരഥികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറയുകയാണ്. ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ 10 കുട്ടികളാണത്രേ ആത്മഹത്യ ചെയ്തത് ഇതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്. ആ വാർത്ത എങ്ങും വന്നില്ല, പത്രത്തിൽ വന്നില്ല, മറ്റ് രേഖകളിലൊന്നും വന്നില്ല. അതുപോലെ മായ്ക്കപ്പെട്ടു. അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാംഗ്ലൂരുവിൽ ജീവിക്കുന്ന ഏത് ജാതിയിലും മതത്തിലും പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ, ഇതിൽ ഇരയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതിൽ അകപ്പെട്ടു പോകുന്നവർ, ഇതിനടിമയാകുന്നവർ കേവലം 1-2% ഇതിന്റെ മഹാഭൂരിപക്ഷം പേരും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മക്കളാണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പലപ്പോഴും ഈ ഇവിടുത്തെ ജനിച്ചു വളർന്ന് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പല മക്കളും അവരുടെ രക്ഷകർത്താക്കളോട് പറയുമത്രേ, അതിൽ ചില പിതാക്കന്മാരൊക്കെ ഉണ്ട് ഈ മുഖ്യമന്ത്രിയെ കാണാൻ നിൽക്കുന്നതിൽ, അവരോട് പറയുമത്രേ, ഞങ്ങൾക്ക് തന്നെ കോളേജിൽ പോകാൻ നാണക്കേട് തോന്നുന്നു. കാരണം മുഴുവൻ അലമ്പും ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികളാണ്, ഈ ലഹരിക്ക് അടിമയാകുന്നവരാണ്. ഈ മണ്ണിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന ചില സാമൂഹ്യ മാധ്യമ പേജുകൾ ഇവിടെ ഉണ്ടത്രേ. ആ പേജുകളിൽ നിരന്തരം മലയാളികൾ ഇതുപോലെ ലഹരിക്ക് അടിമയായി ഇവിടുത്തെ നാട്ടുകാരോട് തട്ടിക്കയറുന്നതും ചൂടാകുന്നതുമൊക്കെയായ നിരവധി വീഡിയോ ക്ലിപ്പുകളാണത്രേ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂരിൽ പഠിക്കാൻ വിടുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാണ്, ലോകത്തെങ്ങുമില്ലാത്ത എന്തൊക്കെയോ ഇവിടെ ഉണ്ട്, ഇവിടെ പഠിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകുന്ന ജോലി കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന വിഡ്ഢികളായ മാതാപിതാക്കളായി നമ്മൾ മാറരുത്. എപ്പോഴും നല്ലത് നമ്മുടെ സാമീപ്യത്തിൽ, നമുക്ക് ഹാൻഡിയായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആരെങ്കിലും കൈവശപ്പെടുത്തി അല്ല ആരെങ്കിലും കൂടെ നിർത്താൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒക്കെ പഠിപ്പിക്കുന്നിടത്തോളം എത്രയോ മതിയായതാണ്. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് മയക്കുമരുന്നിന്റെ അടിമകളായി 20-25 വയസ്സിൽ ഈ ദുർമരണത്തിനും അപകടമരണത്തിനും അതുപോലെ തന്നെ മറ്റു പല അപകടാവസ്ഥകൾക്കും കാരണമായി മാറുന്നത്. നാട്ടിൽ നിന്ന് വന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ മകൻ ഈ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞത്രേ, ഒരിക്കലും അവനത് ഉപയോഗിക്കില്ല എന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ 6 വർഷമായി അവൻ ഉപയോഗിക്കുകയാണ്. പെൺകുട്ടികളാണ് ഒരുപാട് കാരിയർമാരായി മാറുന്നത്. അങ്ങനെ അടക്കം ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേട്ട് സ്തബ്ധനായിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഞാൻ കണ്ടത്. വലിയ അപകടമാണ്, ചെറിയ അപകടമല്ല, വലിയ അപകടം. ഇതിനെല്ലാം പ്രധാന ഉത്തരവാദികൾ, ഇടയ്ക്കിടെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി ഒരു ഗദ്ഗതം പോലെ പറയുന്നുണ്ട്, ഇത് അംഗീകരിക്കാത്ത രക്ഷകർത്താക്കളെ നമ്മൾ എന്ത് ചെയ്യും? എത്രയൊക്കെ കണ്ടുപിടിച്ചാലും രക്ഷകർത്താക്കൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഉദാഹരണം അപ്പോൾ നമ്മുടെ KMCCയുടെ ഉസ്മാൻ സാഹിബ് പറയുമായിരുന്നു, ഒരു പെൺകുട്ടിയെ ഇതുപോലെ മയക്കുമരുന്നുമായി കണ്ട്
പിടിച്ച് അദ്ദേഹത്തെ വീട്ടിൽ അറിയിച്ചപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് വീട്ടുകാരോട് പറഞ്ഞത് അത് എന്നോട് പുള്ളി ഒരു കാര്യത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് വഴങ്ങാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നിടത്ത് എല്ലാം പരാജയപ്പെടുകയാണ്. ഒത്തിരി ഉണ്ട് പറയാൻ, വീഡിയോയുടെ ദൈർഘ്യം കൂടും. ഏതായാലും അതിന് സാക്ഷിയായത് ഒരു വലിയ അനുഭവം തന്നെയാണ്.